ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് കേട്ടോ. അപ്പൊ എന്റെ ഒരു വാലന്റൈൻസ് ഡേ എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഞാനിതാ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഞാൻ എണീറ്റ് കുളിച്ച് റെഡി ആവുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമാണ് ഇന്ന് ഇടുന്നത് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യാറുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിക്കും. ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. മെയിൻ ആയിട്ട് മോയ്സ്ചറൈസർ, ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, അങ്ങനെയുള്ള കുറച്ച്, പിന്നെ ഐലൈനറും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ എന്തായാലും റെഡിയായി കണ്ണൊക്കെ എഴുതിയിട്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരം ഫോൺ നോക്കി. മറ്റേ വേറെ ഫോൺ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ആ ഫോണും നോക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങോട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ റെഡിയായി. ചേച്ചിയോട് ബായ് നാട്ടിൽ പോവാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഓക്കെ ചേച്ചി പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോസ്റ്റ്യൂം. നമ്മളിതാ ഇറങ്ങിയിട്ട്, അപ്പോൾ ഞാനിപ്പോൾ സാറ്റർഡേ ഈ ബാഗാണ്, വീട്ടിൽ പോണത് കൊണ്ട് ഞാൻ ഈ ബാഗാണ് യൂസ് ചെയ്യാട്ടോ. പക്ഷേ ഈ ബാഗിനകത്ത് വലിയ സാധനമൊന്നും ഇല്ല, വെറുതെ ഇങ്ങോട്ട് എടുത്തിരിക്കുക. 2 തുണി മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവളുണ്ട്, നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോവാനായിട്ട്. അപ്പം നമ്മൾ എപ്പോഴും ഈ ഒരു ടൈമിൽ ഇറങ്ങി 8:50 ആ ഒരു ടൈമിൽ ഇറങ്ങാട്ടാ. ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്, സെക്യൂരിറ്റി ചേട്ടൻ, ഈ ചേട്ടൻ, എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ എല്ലാവർക്കും രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറയും. അപ്പൊ എല്ലാവരും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നടക്കാനാണ്. എന്റെ നല്ല ഏറ്റവും ഉറ്റ സുഹൃത്താണ് ഇവരെല്ലാം. എന്നിട്ട് ആ പഞ്ച് ചെയ്യാനുള്ള തത്രപ്പാടിലാണ് എനിക്കിതാ ദൃശ്യ, അർച്ചന, ഇവരെല്ലാവരും തള്ളിയിട്ടിട്ടൊക്കെയാ പഞ്ച് ചെയ്യാറ്. അപ്പോൾ ഇതാ നമ്മളെ പഞ്ചൊക്കെ ചെയ്ത് ഉള്ളിൽ കയറി. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. നാദ് ടർബോ. അപ്പോൾ എ സി ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് വന്ന് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഫാൻ ഇടുകയാണ് കേട്ടോ. പക്ഷേ എ സി ഓൺ ആയിരിക്കും എങ്കിൽ തന്നെ ഞാൻ വന്നത് ഈ ഫാൻ അങ്ങോട്ട് ഓൺ ആക്കണ്ട. പിന്നെ ഇതാ നമ്മുടെ സിസ്റ്റർ ഞാൻ ഓൺ ആക്കി സെറ്റാക്കി വാട്സപ്പ് ഒക്കെ അങ്ങോട്ട് ലോഗ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കട്ടാ. ഇത് ഇങ്ങനെയാണ് എൻ്റെ ഒരു ടേബിളിന്റെ സൈഡിൽ ഇരിക്കുക. കുപ്പി, വെള്ളം, വിക്സ്, വാച്ച് എന്ന് പറഞ്ഞിട്ട് കുറെ പേപ്പറും കാര്യങ്ങളും ഇങ്ങനെയാണ് ഇരിക്കുക കേട്ടോ. പക്ഷെ ഞാൻ ഇടയ്ക്ക് നീറ്റൊക്കെ ആക്കാറുണ്ട്. ഇപ്പം ഇൻസ്റ്റാന്റും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ID കാർഡ് അങ്ങോട്ട് ഇട്ടിട്ട് പോകും. പിന്നെ ഈ കൃഷ്ണനും ഈ തൈലും തലവേദനയ്ക്ക് തേക്കുന്നത് ഇത് ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ടിൽ തന്നെ വെക്കാറുണ്ട് കേട്ടോ. കൃഷ്ണനെ വെക്കുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് സിസ്റ്റമൊക്കെ ഓണാക്കി പിന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് അപ്പോൾ കുറച്ച് നേരം പിന്നെ എനിക്ക് കണ്ണിന് എന്തോ ഒരു ചെറിയ പ്രശ്നം വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കണ്ണ് എനിക്ക് ചെറുതാവുന്ന പോലെയോ ഉള്ളിൽ പോകുന്ന പോലെയോ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഫീൽ എനിക്ക് തോന്നാറുണ്ട്. മേ ബി അത് എൻ്റെ മാത്രം ഒരു ഫീലിങ്സ് ആയിരിക്കും, അറിയില്ല. പിന്നെ നമുക്ക് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കോൺഫറൻസ് കോൾ ഉണ്ടായിരുന്നു. രാവിലെയാണ് കോൾ ഉണ്ടാവുക. പിന്നെ ഇതാ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അപ്പത്തേന് തന്നെ ടീ ടൈം ആയി. ടീ ടൈം എന്ന് പറഞ്ഞാൽ ഒരു വിഭവസമൃദ്ധമാണ്. നമുക്ക് സാധാരണ കടികളായിരിക്കും, പക്ഷെ ഇന്ന് പൂരത്തിന്റെ ഇതായിരുന്നു, സ്നാക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളെന്താ പാൻഡലിൽ എത്തിയിട്ട് സ്നാക്സ് ഒക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി പോകട്ടെ. അപ്പൊ എന്റെ പ്ലേറ്റ് കുറച്ച് നിറഞ്ഞിരിക്കുന്നുണ്ട്, എങ്കിലും തന്നെ കുഴപ്പമില്ല, നമ്മൾ ഫുള്ളായിട്ട് കഴിക്കും, എന്തായാലും കഴിച്ചിരിക്കും. പിന്നെ ഇത് ചേച്ചി എൻ്റെ അടുത്ത് ഇതേപോലത്തെ ടോപ്പ് ഉണ്ട്, നമ്മുടെ ടോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയാണ്. അപ്പൊ ഈ ഒരു ടൈം എനിക്ക് നല്ല സന്തോഷം തരുന്ന ഒരു ടൈമാണ്. കാരണം കുറെ സ്നാക്സ് കഴിക്കാം, ഞാൻ അവരുടെ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട് സംടൈംസ്. പിന്നെ നമ്മള് അത് കഴിയുമ്പോഴത്തേനും ശ്രുതി മാമിന്റെ വർക്ക് ആനിവേഴ്സറിന്റെ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പം മീറ്റിങ്ങിന് വേണ്ടി കോൺഫറൻസ് കോളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പത്തേനും തന്നെ എനിക്ക് ഒഫീഷ്യൽ ആയിട്ട് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് സംസാരിച്ചുകൊണ്ട് അത് കൂടെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ശ്രുതി മാം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേറെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ തന്നെ നമ്മളോട് നല്ല കമ്പനിയാണ്. ഇതാണ് വിദ്യ മാം, നമ്മുടെ ഹെഡാണ്. എൻ്റെ കുറച്ച് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എന്തായാലും ആളിനെ. അപ്പോൾ ഇതാണ് ശ്രുതി മാം. അപ്പോൾ ശ്രുതി മാമിന് ഒരു ടോക്ക് ഓഫ് ലവ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കേക്ക് കട്ടിങ്, അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കേക്ക് പരസ്പരം എല്ലാവരും ശ്രുതിമാമന് കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ആ കേക്കിനെ കട്ട് ചെയ്തിട്ട് ചേച്ചി പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും എത്തുന്ന രീതിയിൽ അതിന് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കൂടുതലൊക്കെ എടുക്കാറുണ്ട്, സൈഡ് ബിസിനസ് പോലെ ചേച്ചി എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ ഞാൻ പറയാറുണ്ട്, കുറച്ചേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറയും. അപ്പത്തേനും ചേച്ചി വേറെ സെറ്റാക്കി തരും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ക്യാബിനെത്തി ഞാൻ ദൃശ്യയോട് ബായ് പറഞ്ഞ് ഞാൻ നാട്ടിൽ പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ പഞ്ച് ചെയ്യാണ്. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ നട്ടിച്ച വെയിൽ, എൻ്റെ അമ്മയെ കരിഞ്ഞു പോണ പോലെ ഒരു വെയിലോട്ട് എനിക്ക് പറ്റുന്നേ ഇല്ലായിരുന്നു. കാരണം എന്താ, വെയിൽ കൊള്ളാതെയാണോന്ന് അറിയില്ല എനിക്ക്. എനിക്കിപ്പോൾ അധികം വെയിൽ കൊള്ളാൻ പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ നടന്ന് ഫുട്പാത്തിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വല്ല കടലിൻ്റെയും തണലൊക്കെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ ഒരു ഫ്രണ്ടിൽ ഒരു ബസ് നിൽക്കണം, ഞാൻ അതിൽ കയറി സീറ്റൊന്നും കിട്ടിയില്ല. എങ്കിൽ തന്നെ ഞാൻ നിന്ന് എൻ്റെ വീട്ടിൽ പോണത് കൊണ്ട് എനിക്ക് പിന്നെ ഞാൻ സീറ്റ് അങ്ങോട്ട് കാര്യമാക്കി എടുത്തില്ല. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ സീറ്റ് കിട്ടി. ഞാൻ പാട്ട് ആസ്വദിക്കുകയാണ്. ഗൈസ്, ബസ് സ്റ്റാർട്ട് ആവുന്നില്ല ഗൈസ്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ തോന്നുന്നു.
സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പട്ടാമ്പി എത്തിയിട്ടുണ്ട്. അപ്പോൾ വാലന്റൈൻസ് ഡേ, എൻ്റെ ഒരു വാലന്റൈൻസ് ഡേ നിങ്ങൾ കാണണം. ഇങ്ങനെയാണ് എൻ്റെ വാലന്റൈൻസ് ഡേ. നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അല്ല എൻ്റെ വാലന്റൈൻസ് ഡേ, ഇങ്ങനെയാണ് എൻ്റെ വാലന്റൈൻസ് ഡേ. അപ്പോൾ ഞാൻ പട്ടാമ്പി എത്തി. ഇനിയുള്ളത് വീട്ടിലേക്കുള്ള ബസ് എപ്പോഴാണ് വരിക അത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പൊ സ്റ്റാൻഡിന്റെ അവസ്ഥ ഇതാണ്, പരിതാപകരം തന്നെ. മാസ്ക് ഇല്ലാതെ അതിനകത്തേക്ക് നടക്കാൻ കയറാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് പൊടിയാണ്. അപ്പൊ ഞാൻ എന്തായാലും മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ ഞാനിതാ ബസ്സും വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. പിന്നെ ബസ് കയറിയതും ഒരു ഉറക്കം പതിവായത് കൊണ്ട് ഇവിടെ എത്തിയെന്ന് തന്നെ എനിക്ക് അറിയുന്നില്ലായിരുന്നു. അപ്പൊ എന്തായാലും പാലക്കാട് എത്തിയിട്ടില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് വാലന്റൈൻസ് ഡേ ഇല്ല. അപ്പൊ ഞാൻ പല സ്വപ്നങ്ങളും കണ്ടിട്ടാണ് ആ ബസ്സിൽ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് കഷണ്ടി വരുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം എന്റെ മുടി ഫുള്ള് കൊഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഷണ്ടി ആയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആയോ എന്നല്ലാതെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ പാലക്കാട് നല്ല ചൂടാട്ടാ. എനിക്ക് തോന്നുന്നു മലപ്പുറത്തിനേക്കാൾ ഇപ്പൊ ചൂട് പാലക്കാടാണെന്ന്. എനിക്ക് അവിടെ നിൽക്കാനേ പറ്റുന്നില്ല. Guys, നിങ്ങളിത് കാണണം. 3 ബസ് പോയി, 3 ബസ്. അപ്പൊ വാലന്റൈൻസ് ഡേക്ക് നമ്മളെ കൂട്ടാനും കൊണ്ടാക്കാൻ ആളൊന്നും ഇല്ലാത്തത് കൊണ്ടും എന്താണ് സാഹചര്യങ്ങൾ കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ എൻ്റെ അനിയന്റെ പുറകിലിരുന്ന് ഈ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെട്രോൾ പമ്പ് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തീ കത്തുകയാണ് കേട്ടോ, ഇടുത്തിരി വീഴുകയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവന്റെ വണ്ടിയിൽ എന്ന് കയറിയാലും ഞാൻ ഇവനെ പെട്രോൾ അടിച്ചു കൊടുക്കണം. പക്ഷെ ഇന്ന് അവൻ വേണ്ട എന്ന് പറഞ്ഞു. പെട്രോൾ പമ്പ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പൊ ഞാൻ ഒരു തംസപ്പ് ഒക്കെ കാണിച്ചു. അപ്പൊ എന്താടാ പെട്രോൾ ഉണ്ടോ? ഞാൻ അടിച്ചിട്ടുണ്ട് സുരുമോളെ എന്ന് പറഞ്ഞു. അപ്പൊ ഓ ഭാഗ്യം. പിന്നെ ഞാനും എൻ്റെ അനിയും കൂടെ ഒരു ബിസിനസ് തുടങ്ങണം, നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറെ നടക്കാത്ത സ്വപ്നങ്ങളും കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ സ്വപ്നം കാണാൻ അധികം ക്യാഷ് ഒന്നും കൊടുക്കണ്ടല്ലോ, അധികം ഒട്ടും ക്യാഷ് കൊടുക്കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും സ്വപ്നം കാണുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാം. എന്താടാ ഇന്ന് വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പൊ എന്തായിരുന്നു നിന്റെ പരിപാടി എന്നൊക്കെ ചോദിക്കണം. അപ്പൊ ഓൻ പറയാണ് എന്റെ സെയിം ഡയലോഗ്, കാട്ടുകോഴിക്ക് എന്താ സൂര്യമുളി സംക്രാന്തി. ഓക്കേടാ, അപ്പൊ നീ ഞാൻ സെയിം കാറ്റഗറി ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ നടന്നിട്ടാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ ശിവരാത്രി ആയതുകൊണ്ട് നമ്മുടെ അമ്പലത്തിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ സ്റ്റേജ് ഒക്കെ സെറ്റാക്കി പന്തലൊക്കെ ഇട്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് തന്നെ വരും. അപ്പൊ വീട്ടിലെത്തി അച്ഛനൊക്കെ കണ്ട് സന്തോഷം, എനിക്ക് നല്ല സന്തോഷമായിട്ടാ. പിന്നെ അത് കഴിഞ്ഞ് ഇതെന്റെ തലയാട്ടുന്ന ബൊമ്മട്ട. അപ്പൊ ഇത്രയൊക്കെ ഉള്ള എൻ്റെ ഒരു വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത്.